Fine. So in the last class, we have discussed about biopotential, bioelectric potential, and bioelectric electrodes, etc. Resting potential, action potential, etc. So in this class, we are going to discuss about biopotential amplifier. എന്തിനാണ് നമുക്ക് ബയോപൊട്ടൻഷ്യൽ ആംപ്ലിഫയർ ആവശ്യമായിട്ടുള്ളത്? ഓക്കെ, നമ്മുടെ ബയോപൊട്ടൻഷ്യൽ ഇലക്ട്രോഡ്സ് ഇന്നലെ പറഞ്ഞു. അതായത് നമ്മുടെ ബോഡിയും അതുപോലെ ഈ പുറത്തുള്ള ഈ മെഷറിംഗ് അപ്പാരച്ചസും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആയിട്ടാണ് ബയോപൊട്ടൻഷ്യൽ ഇലക്ട്രോഡ്സ് പ്രവർത്തിക്കുന്നത്. സോ അതുപോലെ തന്നെ നമുക്ക് ഉള്ള വേറൊരു സംഭവമാണ് ബയോപൊട്ടൻഷ്യൽ ആംപ്ലിഫയർ. സോ വാട്ട് ഈസ് ദ നീഡ് ഓഫ് ദിസ് ബയോപൊട്ടൻഷ്യൽ ആംപ്ലിഫയർ? So this biopotential amplifiers is needed to amplify biopotential which are generated in the body at low levels with high source impedance. അതായത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഈ പറഞ്ഞ പോലെ ഓർഗൻസിന്റെ വിവിധ അയോണിക് ആക്ടിവിറ്റീസ് മൂലം ഉണ്ടാവുന്ന ബയോപൊട്ടൻഷ്യൽ വിൽ ബി ഓഫ് ലോ ലെവൽ സിഗ്നൽ. അതായത് നമ്മുടെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ബയോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വിൽ ബി ഓഫ് എ ലോ ലെവൽ വോൾട്ടേജ്, അല്ലെങ്കിൽ ലോ ലെവൽ ആയിട്ടുള്ള ഒരു സിഗ്നൽ ആയിട്ടായിരിക്കും അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ലോ ലെവൽ സിഗ്നല് നമുക്ക് പുറത്ത് ഒരു ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് ആവുമ്പോൾ അതിന്റെ ഇറ്റ് ഷുഡ് ബി ആംപ്ലിഫൈഡ്. അതിന്റെ ലെവല് ആ ലോ ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്ക് കൊണ്ടുവരണം വിത്തൗട്ട് റെഡ്യൂസിങ് ഇറ്റ്സ് റീപ്രൊഡക്ഷൻ. അതായത് ആ ഒരു മറ്റേ അതിന്റെ ഫിഡലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് ദാറ്റ് സിഗ്നൽ ഇൻ ആംപ്ലിഫൈഡ് ഫോം. ആ ഒരു സിഗ്നലിനെ ആ ഫിഡലിറ്റി നഷ്ടപ്പെടാതെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഹയർ ലെവലിലേക്ക് കൊണ്ടുവരണം. അത് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഈ ബയോപൊട്ടൻഷ്യൽ ആംപ്ലിഫയർ. So there is a need to amplify biopotential which are generated in the body at low levels with high source impedance. There should be high source impedance. അതായത് ഇൻപുട്ട് ഇംപിഡൻസ്, ആ ഇലക്ട്രോഡിന്റെ ഇൻപുട്ട് ഇംപിഡൻസ് ഷുഡ് ബി ഹൈ. എന്തിനാണ് ഇൻപുട്ട് ഇംപിഡൻസ് ഹൈ ആവുന്നത്? അതായത് ഇൻപുട്ട് ഇംപിഡൻസ് ഹൈ ആയി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? സിഗ്നൽ ഡിസ്റ്റോർഷൻ വിൽ ബി ലെസ് ആൻഡ് ഓൾസോ the input to the source, അതായത് അവിടെയുള്ള ഇൻപുട്ട് പവർ കൺസംപ്ഷൻ വിൽ ബി less. So there is a need to amplify biopotentials which are generated in the body at low levels with high source impedance. High source impedance ഓടുകൂടി, അതായത് ആ ഒരു ലോ ലെവൽ സിഗ്നൽസ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അയോണിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ബയോഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഷുഡ് ബി ആംപ്ലിഫൈഡ്. അതിന് യൂസ് ചെയ്യുന്നതാണ് ബയോപൊട്ടൻഷ്യൽ ആംപ്ലിഫയേഴ്സ്. സോ ബയോപൊട്ടൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ആർ റിക്വയർഡ് ടു ഇൻക്രീസ് സിഗ്നൽ സ്ട്രെങ്ത് വൈൽ മെയിൻറ്റെയിനിങ് ഫിഡലിറ്റി. ഫിഡലിറ്റി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് ദാറ്റ് സിഗ്നൽ, ലോ ലെവൽ സിഗ്നലിനെ അതിന്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ അതിന്റെ സിഗ്നൽ സ്ട്രെങ്ത് നഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ അതിന്റെ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ ആംപ്ലിഫൈ ചെയ്തെടുക്കുന്നതിനെയാണ് ഈ ഫിഡലിറ്റി എന്ന് പറയുന്നത്. സോ ബയോഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ആർ റിക്വയർഡ് ടു ഇൻക്രീസ് സിഗ്നൽ സ്ട്രെങ്ത് വൈൽ മെയിൻറ്റെയിനിങ് ദ ഫിഡലിറ്റി. It will take a weak biopotential and increase its amplitude so that it can be processed, recorded or displayed. അതായത് ഈ പറഞ്ഞത് തന്നെ, അതായത് ഒരു വീക്ക് ബയോ പൊട്ടൻഷ്യൽ, നമ്മുടെ ശരീരത്തിനുള്ളിൽ ഓരോ ഓർഗൻസ് അല്ലെങ്കിൽ ഓരോ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വീക്ക് ആയിട്ടുള്ള ബയോ പൊട്ടൻഷ്യൽ will be increasing its amplitude so that it can be processed, recorded or displayed. അതായത് നമ്മുടെ വേരിയസ് ഈ ബയോപൊട്ടൻഷ്യൽ അപ്പാരറ്റസ് ലൈക്ക് ECG, EEG അതിലൊക്കെ പ്രോസസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നു. അതിന്റെ ഈ ഇനീഷ്യൽ ആയിട്ടുള്ള വീക്ക് ആയിട്ടുള്ള ബയോപൊട്ടൻഷ്യൽ വിൽ ബി ഇൻക്രീസിങ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഇറ്റ് വിൽ ബി പ്രോസസ്ഡ്, റെക്കോർഡഡ് ആൻഡ് ഡിസ്പ്ലേഡ്. ഓക്കെ, അതാണ് ഈ ബയോപൊട്ടൻഷ്യൽ ആംപ്ലിഫയർ ചെയ്യുന്നത്. ഇറ്റ് വിൽ ആംപ്ലിഫൈ വോൾട്ടേജ്, പവർ ആൻഡ് കറണ്ട്. നോർമലി ഇറ്റ് വിൽ ബി ആംപ്ലിഫൈങ് വോൾട്ടേജസ്, ബട്ട് ഇൻ സം കേസസ് ഇറ്റ് വിൽ ബി ആംപ്ലിഫൈങ് കറണ്ട് ആൻഡ് പവർ ഓൾസോ. Amplifiers, in simple words we can say like this: amplifiers used to process biopotentials. അതായത് amplifiers which are used to process biopotentials are called as biopotential amplifiers. അതായത് ബയോപൊട്ടൻഷ്യലിനെ പ്രോസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആംപ്ലിഫയേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോപൊട്ടൻഷ്യൽ ആംപ്ലിഫയേഴ്സ്. ആൻഡ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ബയോപൊട്ടൻഷ്യൽ ആംപ്ലിഫയേഴ്സ് വിൽ ബി റേഞ്ചിങ് ഫ്രം 0.05 Hz to 100 kHz. The frequency of response of the biopotential amplifier will be varying from
or will be ranges from 0.05 hertz to 100 kilohertz. Okay. Now, what are the different characteristics of a biopotential amplifier? ഒരു biopotential amplifier ന് വേണ്ട different characteristics എന്തൊക്കെയാണ്? First one, it should have high input impedance. It should be having high input impedance, that is of the order of 1 mega ohm. 1 mega ohmന്റെ ഒക്കെ ഒരു ഓർഡറിലുള്ള ഒരു ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആയിരിക്കണം ഒരു ബയോപൊട്ടൻഷ്യൽ ആംപ്ലിഫയറിന് ഉണ്ടായിരിക്കേണ്ടത്. ബിക്കോസ് എന്തിനാണ് ഈ ഹൈ ഇൻപുട്ട് ഇംപിഡൻസ്? സോ ദാറ്റ് ദേ ക്യാൻ പ്രൊവൈഡ് മിനിമൽ ലോഡിംഗ് ഓഫ് ദ സിഗ്നൽ ബീങ് മെഷേർഡ്. അതായത് ഈ സിഗ്നലിൽ നമുക്ക് ഇൻപുട്ട് ആയിട്ടുള്ള സിഗ്നലിന് ഒരു മിനിമം ലോഡ്, അതിലോട്ട് ഈ പറഞ്ഞ പോലെ കറണ്ടും പാസ് ചെയ്യാൻ പാടില്ല. മാക്സിമം കറണ്ട് അവിടെ തടുത്ത് നിർത്തണം. ഓക്കെ, സോ അതിനു വേണ്ടിയിട്ടാണ് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ്. ദാറ്റ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബയോപൊട്ടൻഷ്യൽ ആംപ്ലിഫയർ. ഇറ്റ് ഷുഡ് ബി ഹാവിങ് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ്. അതായത് ഇല്ലെങ്കിൽ രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ടിലുള്ള പവർ കൺസപ്ഷൻ കുറക്കാൻ വേണ്ടി, രണ്ടാമത്തത് സിഗ്നൽ ഡിസ്റ്റോഷൻ കുറക്കാൻ വേണ്ടി. ആ ഒരു രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇറ്റ് ഷുഡ് ബി ഹാവിങ് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ്. ഇൻപുട്ട് ഇംപിഡൻസ് ഷുഡ് ബി ഹൈ. ദെൻ സെക്കൻഡ് വൺ ഈസ് ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഔട്ട്പുട്ട് സൈഡിൽ ഇറ്റ് ഷുഡ് ബി ഹാവിങ് ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ്. മീൻസ് ദ സർക്യൂട്ട് ഡ്രോസ് ഓർ ഗിവ്സ് മോർ പവർ ടു ദ സിഗ്നൽ. അതായത് ഔട്ട്പുട്ട് സൈഡിൽ എന്താ നമുക്ക് കൂടുതൽ പവർ വേണം, ഇൻപുട്ട് സൈഡിൽ എന്താ നമുക്ക് കുറഞ്ഞ പവർ മതി. സോ ഇൻപുട്ട് സൈഡ് ഇറ്റ് ഷുഡ് ബി ഹാവിങ് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് ഇൻ ദ ഔട്ട്പുട്ട് സൈഡ് ഇറ്റ് ഷുഡ് ബി ഹാവിങ് low output impedance, so that the circuit draws or gives more power to the signal. Okay, മനസ്സിലായല്ലോ? ഹൈ ഇൻപുട്ട് ഇംപിഡൻസും ലോ ഔട്ട്പുട്ട് ഇംപിഡൻസും. ദെൻ ബയോപൊട്ടൻഷ്യൽ ആംപ്ലിഫയർ must be sensitive to ഇമ്പോർട്ടൻറ്റ് ഫ്രീക്വൻസി കോമ്പണൻസ് ഓഫ് ദ ബയോസിഗ്നൽ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ബയോ പൊട്ടൻഷ്യൽ നമ്മുടെ സെൽസിലൊക്കെ ജനറേറ്റ് ചെയ്യുന്ന ബയോ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓഫ് സ്മോൾ ചെറിയ സിഗ്നൽസ് ആണ്. മീൻസ് ചെറിയ ഫ്രീക്വൻസി ഉള്ള സിഗ്നൽസ് ആണ്. സോ ആ ചെറിയ ഫ്രീക്വൻസി ഉള്ള സിഗ്നൽസിനെ അതിന്റെ ഫിഡലിറ്റി നഷ്ടപ്പെടാതെ അതിനെ അത് സെൻസിറ്റീവ് ആയിട്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് സൈഡിലേക്ക് നിലനിർത്താൻ പറ്റണം. അതായത് അവിടെ നിന്ന് ആംപ്ലിഫൈ ചെയ്ത് ഇവിടെ ഔട്ട്പുട്ട് സൈഡിലേക്ക് എത്തുമ്പോൾ അതിന്റെ കോമ്പണൻസ്, ഈ ഫ്രീക്വൻസിന്റെ ഡിഫറെന്റ് കോമ്പണൻസ് അത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. കുറെ ഫ്രീക്വൻസി ലെവൽസ് ഉണ്ട് വിചാരിച്ചോ, അതിനകത്ത് ദാറ്റ് എ ബയോപൊട്ടൻഷ്യൽ ആംപ്ലിഫയർ ഷുഡ് ബി ഹാവിങ് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ്. It should be of the order of 1 mega ohm, so that they can provide minimal loading of the signal being measured. And the second one is low output impedance, means the circuit draws or gives more power to the signal. High input impedance നമ്മുടെ ഈ ഒരു ബയോപൊട്ടൻഷ്യൽ ആംപ്ലിഫയറിന് വേണം എന്ന് പറയാൻ രണ്ട് റീസൺ ആണുള്ളത്. ഒന്നാമത്തെ റീസൺ വന്നിട്ട് നമ്മുടെ ഇൻപുട്ട് സൈഡിലുള്ള ഡിസ്റ്റോർഷൻ കുറക്കണം, അതുപോലെ നമ്മുടെ ഇൻപുട്ട് സൈഡിൽ കൺസ്യൂം ചെയ്യുന്ന പവർ കുറക്കണം. അത് രണ്ട് കാരണങ്ങൾ കൊണ്ട് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ഷുഡ് ബി ദർ ഫോർ എ ബയോപൊട്ടൻഷ്യൽ ആംപ്ലിഫയർ. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഓഫ് ദ ഓർഡർ ഓഫ് 1 mega ohm. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഔട്ട്പുട്ട് സൈഡിൽ വേണ്ടത്. ഔട്ട്പുട്ട് സൈഡിൽ വി ഷുഡ് ബി ഹാവിങ് ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഇൻ ഔട്ട്പുട്ട് സൈഡ് വി ഷുഡ് ബി ബയോപൊട്ടൻഷ്യൽ ആംപ്ലിഫയർ ഷുഡ് ബി ഹാവിങ് ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ്. അതെന്തിനാണ്? മീൻസ് the circuit draws or gives more power to the signal. അതായത് ഔട്ട്പുട്ട് സൈഡിൽ സർക്യൂട്ട് ക്യാൻ ഗിവ് മോർ പവർ ടു ദ സിഗ്നൽ. അതിനു വേണ്ടിയിട്ട് ഔട്ട്പുട്ട് സൈഡിലുള്ള ഇംപിഡൻസ് ഷുഡ് ബി ലോ. ആൻഡ് ദ തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ബയോപൊട്ടൻഷ്യൽ ആംപ്ലിഫയർ മസ്റ്റ് ബി സെൻസിറ്റീവ് ടു ഇമ്പോർട്ടൻറ്റ് ഫ്രീക്വൻസി കോമ്പണൻസ് ഓഫ് ദ ബയോസിഗ്നൽ. അതായത് നമ്മുടെ ബയോപൊട്ടൻഷ്യൽ ആംപ്ലിഫയർ ഇറ്റ് ഷുഡ് ബി സെൻസിറ്റീവ് ടു ഇമ്പോർട്ടൻറ്റ് ഫ്രീക്വൻസി കോമ്പണൻസ് ഓഫ് ദ ബയോസിഗ്നൽ. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഓർഗൻസ് അല്ലെങ്കിൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോപൊട്ടൻഷ്യൽ സിഗ്നൽസ് ഇറ്റ് വിൽ ബി ഓഫ് സ്മോൾ ഫ്രീക്വൻസി കോമ്പണൻസ്. ആ ഫ്രീക്വൻസി കോമ്പണൻസ് നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് ഔട്ട്പുട്ട് സൈഡിലേക്ക് എത്തുന്ന സമയത്ത് അതിന്റെ വേരിയസ് ഫ്രീക്വൻസി കോമ്പണൻസ് ഉണ്ടാവുമല്ലോ, ആ ഫ്രീക്വൻസി കോമ്പണൻസ് ഒന്നും നഷ്ടപ്പെടാതെ അതേ സെൻസിറ്റിവിറ്റിയോട് കൂടി തന്നെ നമുക്ക് ഔട്ട്പുട്ട് സൈഡിൽ കിട്ടണം. സോ ദാറ്റ് ഈസ് ഓൾസോ എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബയോപൊട്ടൻഷ്യൽ ആംപ്ലിഫയർ. അതായത് ഇൻപുട്ട് സൈഡിലുള്ള ചെറിയ ഫ്രീക്വൻസിയിലുള്ള ബയോപൊട്ടൻഷ്യൽ സിഗ്നൽസിന്റെ ഫ്രീക്വൻസി കോമ്പണൻസ് നഷ്ടപ്പെടാതെ ഔട്ട്പുട്ട് സൈഡിലേക്ക് എത്തിക്കുക. ദാറ്റ് ഈസ് സെൻസിറ്റിവിറ്റി. ഓക്കെ, സോ ബയോപൊട്ടൻഷ്യൽ ആംപ്ലിഫയർ must be
sensitive to important frequency components of the biosignal. Next one is biopotential amplifiers should have a gain of 1000 or greater as the biopotentials are typically less than a millivolt. നേരത്തെ പറഞ്ഞു നമ്മുടെ ഒരു ബയോപൊട്ടൻഷ്യൽ സിഗ്നൽ ശരീരത്തിലെ സെൽസുകളും ഓർഗൻസുകളും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോപൊട്ടൻഷ്യൽ സിഗ്നൽ that will be of the order of microvolt to millivolt. മൈക്രോവോൾട്ട് മുതൽ മില്ലിവോൾട്ട് വരെ ഉള്ള ചെറിയ ബയോപൊട്ടൻഷ്യൽ സിഗ്നൽസ് ആയിരിക്കും ഉണ്ടാവുക. അതിനെ ഔട്ട്പുട്ട് സൈഡിലേക്ക് എത്തിക്കുന്ന സമയത്ത് എന്തായിരിക്കണം, നമുക്കതൊരു വലിയ വോൾട്ട് റേഞ്ചിലുള്ള ഔട്ട്പുട്ട് സിഗ്നൽ ആയിട്ട് വേണം നമുക്ക് ഔട്ട്പുട്ട് സൈഡിലേക്ക് കിട്ടാൻ. എന്നാലേ നമുക്ക് ഈ ഡിഫറെന്റ് ഗ്രാംസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഗ്രാഫ് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഷുഡ് ബി ഹാവിങ് എ ഹൈ ഗെയിൻ ആയിരിക്കണം അവിടെ. അപ്പോ അതായത് ഗെയിൻ ഷുഡ് ബി ഓഫ് ദ ഓർഡർ ഓഫ് 1000 ഓർ ഗ്രേറ്റർ. അതായത് ഇൻപുട്ടിനെ 1000 തവണ മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കണം നമുക്ക്, മീൻസ് 1000 എന്നൊരു ജസ്റ്റ് ഒരു വാല്യൂ ആണ്. 1000 ഓർ ഗ്രേറ്റർ ഗെയിൻ ഷുഡ് ബി 1000 ഓർ മോർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് ആയിരിക്കണം നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ്. നെക്സ്റ്റ് വൺ ഈസ് സോ ഗെയിൻ ഷുഡ് ബി ഹയർ. Next one is most biopotential amplifiers are differential amplifiers as signals are recording using a bipolar electrodes which are symmetrically located. അതായത് most of the biopotential amplifiers are differential amplifier. Differential amplifier ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it will be reducing noise. Differential amplifier എന്താ noise, അതായത് common mode noise will be less in the case of differential amplifier as it is mainly concentrating on the differential voltage. അതായത് രണ്ട് ഇൻപുട്ട് തമ്മിലുള്ള ഡിഫറൻഷ്യൽ വോൾട്ടേജിലാണ് മെയിൻ ആയിട്ട് ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടെ ഇൻ കേസ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ നോയ്സ് കണ്ടന്റ് വിൽ ബി ലെസ്. Okay, so most of the biopotential amplifiers are differential amplifier. Next one is high common mode rejection ratio. High common mode rejection ratio എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ടു റെഡ്യൂസ് നോയ്സ് കണ്ടന്റ് ഇൻ ദ സിഗ്നൽ. അതായത് നമ്മുടെ ഒരു സിഗ്നൽ വരികയാണ്, ആ സിഗ്നലിലുള്ള നോയ്സ് കണ്ടന്റ് എത്രത്തോളം റെഡ്യൂസ് ചെയ്യുന്നു, ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും എത്രത്തോളം റെഡ്യൂസ് ചെയ്യുന്നു, ആ ഒരു ഫാക്ടറിനെ പറയുന്നതാണ് common mode rejection ratio. So a biopotential amplifier should be having high common mode rejection ratio. Okay, next slide visible ano? Hello, ade visible alle? Okay, fine. So commonly used biopotential amplifier is differential amplifier. adu parnallo po different most of the biopotential amplifier will be differential amplifier, but it has some limitations. ഈ differential amplifier ന് ചെറിയ limitations ഉണ്ട്. എന്തൊക്കെയാണത്? The amplifier has limited input impedance and therefore draws some current from the signal source and loads them to some extent. അതായത് ഈ differential amplifierൽ നമ്മൾ നേരത്തെ പറഞ്ഞു one of the main characteristics of biopotential amplifier, it should be having high input impedance. So in differential amplifier will be having limited input impedance. ആ ഒരു കാരണം കൊണ്ടെന്താ, കുറച്ച് കറണ്ട് ഒക്കെ അവിടെ ഇൻപുട്ടിൽ പാസ് ചെയ്യും. ആ ഒരു സമയത്ത് എന്ത് പറ്റും, നോയ്സ് കണ്ടന്റ് വിൽ ബി ഇൻക്രീസിങ് ആൻഡ് ഓൾസോ ഇൻപുട്ട് പവർ കൺസംപ്ഷൻ വിൽ ബി ഇൻക്രീസിങ് ഇൻ ദ കേസ് ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അതായത് ഇൻപുട്ടിലുള്ള impedance is limited in the case of differential amplifier. So it will be drawing some current from the signal source and loads them to some extent. And the second drawback of this differential amplifier is the CMRR of amplifier may not exceed 60 dB in most of the cases. അതായത് ഈ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ കേസിൽ ഈ CMRR അതായത് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ മിക്ക സമയങ്ങളും it will not exceed 60 dB. Okay, which is usually inadequate in modern biomedical instrumentation system. അത് നമുക്ക് ഒരു നല്ലൊരു ഫീച്ചർ അല്ല. സോ ഈ ഒരു രണ്ട് ഡിസഡ്വാൻറ്റേജ് നമുക്ക് ഓവർകം ചെയ്യണം. ആ ഒരു രണ്ട് ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആണ്. ദീസ് ലിമിറ്റേഷൻസ് ഓവർകം വിത്ത് അവൈലബിലിറ്റി ഓഫ് ഇംപ്രൂവ്ഡ് വേർഷൻ ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ. സോ എ ഇംപ്രൂവ്ഡ് വേർഷൻ ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ. സോ എന്തൊക്കെയാണ് ആ ഒരു ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് കാണാം. ഓക്കെ,
എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജ്? ഓക്കെ, വൺ ഈസ് എക്സ്ട്രീംലി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ എന്താ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെയുള്ള നോയ്സ് കണ്ടന്റ് വിൽ ബി ഇൻക്രീസിങ് ആൻഡ് ഓൾസോ ദി ഇൻപുട്ട് പവർ കൺസംഷൻ വിൽ ബി ഇൻക്രീസിങ്. സോ നോർമലി എന്താ biopotential amplifier should be having high input impedance. So in differential amplifier, what is the problem? The input impedance is limited, so that there will be little bit higher power consumption and noise content also will be more. So coming to the instrumentation amplifier, it is having extremely high input impedance, which is a good feature for an biopotential amplifier. And second one is very high CMRR. Very high CMRR, അതായത് CMRR value is high. CMRR value high ആയാൽ എന്താ ഇൻപുട്ട് സൈഡിലും ഔട്ട്പുട്ട് സൈഡിലും നോയ്സിനെ റിജക്ട് ചെയ്യുന്ന capability will be increasing. So that is also a very good feature. Next one is low power consumption. Already I told extremely high input impedance. Extremely high input impedance ആകുന്ന സമയത്ത് ഇൻപുട്ട് സൈഡിലുള്ള power consumption will be less. Next one is it is available in single IC. Next one is high slew rate. And next one is low bias and offset current. അതായത് ഈ സ്ലൂ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് എ ഡിവൈസ്, എബിലിറ്റി ഓഫ് എൻ ആംപ്ലിഫയർ ടു റെസ്പോണ്ട്, അല്ലെങ്കിൽ ദ റേറ്റ് അറ്റ് വിച്ച് എൻ ആംപ്ലിഫയർ റെസ്പോണ്ട് ടു എ സഡൻ ചേഞ്ച് ഇൻ ഇൻപുട്ട്. അതായത് ഒരു ഇൻപുട്ടിലുള്ള സഡൻ ചേഞ്ചിനെ ആ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു ആംപ്ലിഫയർ എത്ര പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നു, അതിനെയാണ് സ്ലൂ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നമ്മുടെ ഈ ഒരു ബയോഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണല്ലോ നമ്മുടെ ഇൻപുട്ട് സൈഡിലുള്ള, അവിടെ പെട്ടെന്നൊരു വേരിയേഷൻ, പെട്ടെന്നൊരു ഫ്ലക്ച്വേഷൻ വന്നു വിചാരിച്ചോ. ആ പെട്ടെന്നൊരു ഫ്ലക്ച്വേഷൻ വന്നാൽ അത് എത്രത്തോളം വേഗതയിൽ ഔട്ട്പുട്ട് സൈഡിൽ റിഫ്ലക്ട് ചെയ്യുന്നു, അതിനെയാണ് സ്ലൂ റേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഹൈ സ്ലൂ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ടിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് അത്രയും പെട്ടെന്ന് തന്നെ ഔട്ട്പുട്ടിലേക്ക് ഡിസ്പ്ലേ ചെയ്തു വരും. സോ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ഈസ് ഹാവിങ് എ ഹൈ സ്ലൂ റേറ്റ്. So that is also a good feature. Next one is low bias and offset current. ഇതിന് ബയാസ് ചെയ്യാനും അതിന്റെ ഓഫ്സെറ്റ് സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയുള്ള കറണ്ട്സ് ഇറ്റ് ഈസ് റിക്വയർഡ് ലെസ്. സോ ദിസ് ഓൾസോ വിൽ ബി ഹാവിങ് ലോ പവർ കൺസംഷൻ. അതായത് ലോ ബയാസ് പോയിന്റ് അല്ലെങ്കിൽ ലോ ഓഫ്സെറ്റ് പോയിന്റ്, അതായത് അതിന് വേണ്ട കറണ്ട് ഇറ്റ് ഈസ് വെരി ലോ. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ് വിൽ ബി ഹാവിങ് ലോ പവർ കൺസംഷൻ. ഓക്കെ. Next one is this is the diagrammatic representation of instrumentation amplifier. നമുക്ക് ഇവിടെ കാണാം 3 ഒപാമ്പ് കാണാം, A1, A2, A3. 3 ഒപാമ്പ് ഇവിടെ കാണാം. ഒപാമ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ. സോ ഹിയർ വി ക്യാൻ സി 3 operational amplifier A1, A2, A3. Okay, in that you can see here 2 input signals are there, minus and plus, and this is the differential amplifier, and these two are the buffer amplifiers. Here you can see one signal is connected to the positive terminal here, and negative terminal is connected to this feedback resistance, and here you can see input is given to the positive, again input is given to the positive terminal here, and the negative side is connected to the resistive part here. And here also you can see there is 7 resistors, 1, 2, 3, 4, 5, 6, 7 resistors is here. Okay, so these two are buffer amplifiers and this is the differential amplifier. Okay, so the structure consists of 3 op-amp and 7 resistor. 3 op-amp ഉണ്ട്, 1, 2, 3, A1, A2, A3. അതിൽ A1 A2 എന്ന് പറയുന്ന buffer amplifiers ആണ്. A3 is the differential amplifier. This is our differential amplifier. So structure consists of 3 op-amp and 7 resistor, 2 buffer amplifiers A1 and A2 connected to a differential amplifier A3. In the above circuit, op-amp A3 with 4 equal resistors form a differential amplifier with gain 1. അതായത് ഇതാണ് നമ്മുടെ A3 എന്ന് പറയുന്നതാണ് differential amplifier. It is having 4 resistors with equal R, and it will be based on this resistance, it will be having a gain of 1. ഈ ഒരു differential amplifier and gain എന്ന് പറയുന്നത് will be 1. And you can see R variable is there. This is the variable resistance. Variable resistance, it is used to balance out any common mode voltage. അതായത് ഇവിടെ ഏതെങ്കിലും നോയ്സ് കണ്ടന്റ് വരികയാണെങ്കിൽ അതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു
വേരിയബിൾ റെസിസ്റ്റൻസ് ആർ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ യു ക്യാൻ സി അനദർ വേരിയബിൾ റെസിസ്റ്റൻസ് ആർ ജി ഈസ് യൂസ് ടു സെറ്റ് ഗെയിൻ using a formula that is V0 by V1 minus V2 will be is equal to 1 plus 2 by A. ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് ഗെയിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആർ ജി എന്ന് പറയുന്ന റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ആർ ജി കാണുന്നില്ല. ആർ ജി എന്ന് പറഞ്ഞാൽ ഈ ഒരു എ എന്ന് പറഞ്ഞ ടേം ഉണ്ടല്ലോ, വിച്ച് വിൽ ബി ഇസ് ഈക്വൽ ടു ആർ ജി ബൈ ആർ. എ ഇസ് ഈക്വൽ ടു ആർ ജി ബൈ ആർ ആണ്. സോ ആ ആർ ജി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ഗെയിന് സെറ്റ് ചെയ്യാൻ പറ്റുക. ആർ ജി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ഗെയിന് സെറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഐ ടോൾഡ് ദാറ്റ് V0 by V0 divided by V1 minus V2 which is equal to 1 plus 2 by A. എന്താണ് V1 V2 എന്ന് പറയുന്നത്? എന്താ V1 എന്ന് പറയുന്നത്? നമ്മൾ എവിടെ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്? V1 ഈസ് ദ വോൾട്ടേജ് അപ്ലൈഡ് ടു ദ പോസിറ്റീവ് ഇൻപുട്ട് ടെർമിനൽ. പോസിറ്റീവ് ഇൻപുട്ട് ടെർമിനലിൽ ഇതാ കണ്ട, ഇത് കണക്ഷൻ കൊടുത്തിരിക്കുന്ന ഇവിടെ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ പോസിറ്റീവ് ഇൻപുട്ട് ടെർമിനലാണ്. സോ V1 ഈസ് ദ വോൾട്ടേജ് അപ്ലൈഡ് അറ്റ് ദ പോസിറ്റീവ് ഇൻപുട്ട് ടെർമിനൽ ആൻഡ് V2 ഈസ് അപ്ലൈഡ് ടു ദ നെഗറ്റീവ് ഇൻപുട്ട് ടെർമിനൽ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ നെഗറ്റീവ് ഇൻപുട്ട് ടെർമിനലിലാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? V2 എന്ന് പറഞ്ഞ വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ V0 ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഇൻപുട്ട് വോൾട്ടേജ്. V0 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഔട്ട്പുട്ട് ടെർമിനലിലെ വോൾട്ടേജ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ ടു ഇൻപുട്ട് വോൾട്ടേജസ് V1 ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഇൻപുട്ട് വോൾട്ടേജ് V1 ആൻഡ് V2. ഓക്കെ, സോ that is V0. And the important characteristics of instrumentation amplifier are the voltage gain from differential input V1 minus V2 to the single ended output is set by only one resistor. അതായത് ഇവിടെയുള്ള വോൾട്ടേജ് ഗെയിൻ, അതായത് ഈ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കണ്ടല്ലോ, ആ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഇവിടെ ഫീഡ്ബാക്ക് ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സിംഗിൾ റെസിസ്റ്റർ ആണ്. ഓക്കെ, സോ വോൾട്ടേജ് ഗെയിൻ ഫ്രം ഡിഫറൻഷ്യൽ ഇൻപുട്ട്, അതായത് രണ്ട് ഇൻപുട്ട് ഉണ്ടല്ലോ V1 ഉം V2, അവിടെ രണ്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട് V1 ആൻഡ് V2. സോ V1 മൈനസ് V2 ഡിഫറൻഷ്യൽ ഇൻപുട്ട് V1 മൈനസ് V2 ടു എ സിംഗിൾ എൻഡഡ് ഔട്ട്പുട്ട് ഈസ് സെറ്റ് ബൈ എ വൺ റെസിസ്റ്റർ. അതായത് വോൾട്ടേജ് ഗെയിൻ ഈസ് സെറ്റ് ബൈ എ സിംഗിൾ റെസിസ്റ്റർ ഇൻ ദ കേസ് ഓഫ് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ബോത്ത് ഇൻപുട്സ് ആർ വെരി ഹൈ ആൻഡ് ഡസ് നോട്ട് ചേഞ്ച് ആസ് ദ ഗെയിൻ ഈസ് വേരിഡ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആയിരിക്കും. ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആകുന്ന സമയത്ത് നമ്മൾ ഇവിടെ ആർ ജി ഉപയോഗിച്ച് അവിടെ ഗെയിൻ നമുക്ക് വേരി ചെയ്യാമല്ലോ. ആർ ജി ഉപയോഗിച്ച് ഈ ഇക്വേഷൻ വെച്ച് ഗെയിൻ വേരി ചെയ്യാം. ആ ഗെയിൻ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താ അവിടെയുള്ള ഇൻപുട്ട് റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നില്ല. സോ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദ input resistance is very high and does not change as the gain is varied. Gain vary ചെയ്യുന്നതിനനുസരിച്ച് അവിടെയുള്ള ഇൻപുട്ട് റെസിസ്റ്റൻസ് മാറുന്നില്ല. നെക്സ്റ്റ് വൺ ഈസ് V0 does not depends on common mode voltage but only on the difference in voltage. അതായത് ഔട്ട്പുട്ട് V0 എന്ന് പറയുന്നത് കോമൺ മോഡ് വോൾട്ടേജിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കോമൺ മോഡ് വോൾട്ടേജ് മീൻസ് ദാറ്റ് വോൾട്ടേജ് വിൽ ബി ഹാവിംഗ് നോയ്സ് കണ്ടന്റ്. സോ ദ ഔട്ട്പുട്ട് V0 is not depending on the common mode voltage, it is depending on the two voltage applied here. V1 ഉം V2 ഉം തമ്മിലുള്ള ഡിഫറൻസ് വോൾട്ടേജിനെയാണ് ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്ന V0 പ്രൊപ്പോർഷണൽ. ഇറ്റ് ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു ദ കോമൺ മോഡ് വോൾട്ടേജ്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ദിസ് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ഈസ് നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ കോമൺ മോഡ് വോൾട്ടേജ്. സോ ഇറ്റ് വിൽ ബി ഹാവിംഗ് ഹൈ CMRR റേഷ്യോ, ഹൈ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. ഹൈ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വിൽ ബി എന്ത് ചെയ്യും? റിജക്ട് ദ നോയ്സ് കണ്ടന്റ്. നോയ്സ് കണ്ടന്റ് റിജക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ വാല്യൂ വിൽ ബി ഹൈ. സോ ഇൻ ദ കേസ് ഓഫ് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ഇറ്റ് ഈസ് നോട്ട് കൺസിഡറിംഗ് ദറ്റ് കോമൺ മോഡ് വോൾട്ടേജ് വിച്ച് ഈസ് ഹാവിംഗ് നോയ്സ് കണ്ടന്റ്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ദ കോമൺ മോഡ് rejection ratio value will be high in instrumentation amplifier. Okay, so this is all about instrumentation amplifier. So with this I am winding up today's class. So if any doubt, please you can ask. Any doubt is there?